ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഫോർഡബിൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ മാർക്കറ്റാണ്. നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ് വാഷാണ്. ഇത് നിവ്യയുടെ മിൽക്ക് ഡിലൈറ്റ് ഫേസ് വാഷാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 ml 85 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോവുക. അതിനുശേഷം മെൻസിനായിട്ടുള്ള നിവ്യയുടെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 രൂപയാണ്. അടുത്തത് ജോവിസിൻ്റെ ഹെർബൽ ഫേസ് വാഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 315 അടുത്തത് പ്ലമ്മിൻ്റെ സാലിസിലിക് ലാക്റ്റിക് ആസിഡ് ജെൽ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റേറ്റ് 525 രൂപയാണ്. ജെൽ ടൈപ്പ് ഓയിലി സ്കിന്നുകാർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഡ്രൈ സ്കിന്നിന് ക്രീം ടൈപ്പാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള. ഇത് 50 ഗ്രാമിനാണ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തീസാണ്, ട്രിവാൻഡ്രത്ത് പോത്തീസിലാണ്. അപ്പോൾ ഇവിടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പ്ലമ്മിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ലോഷൻ അതുപോലെ തന്നെ ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൽ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ അല്ല, അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അതാണ് ബെറ്റർ. അതിനുശേഷം പ്ലമ്മിൻ്റെ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷാണിത്. ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം SPF ആണ്. പ്ലമ്മിൻ്റെ തന്നെ 35 PA++ ആയിട്ടുള്ള ഒരു SPF ആണ്. 575 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ലാക്മേയുടെ സൺ എക്സ്പെർട്ടാണ്. ഇത് PA++ ആണ്, 2+ ഉള്ളൂ. അതുപോലെ തന്നെ SPF എന്ന് പറയുമ്പോൾ 25 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 245 രൂപയാണ്. SPF ഒരു 50 ഉള്ളത് എടുക്കണമായിരിക്കും കൂടുതൽ ബെറ്റർ. ഇത് പോൺസിൻ്റെ തന്നെ 50 ഉണ്ട്, 55 ഉണ്ട് SPF. അതിലും PA++ ഉണ്ട്. അതിനുശേഷം ഇത് ലാക്മേയുടെ പീച്ചാണ്. ഇത് VLCCയുടെ 20 ആണ് SPF വരുന്നത്. PA++ ആണ്. എപ്പോഴും SPF നിങ്ങൾ നല്ലപോലെ വെയിൽ കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 50 PA++ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് VLCCയുടെ ആയുർവേദിക് ചന്ദൻ ആൻഡ് കേസർ ഫേസ് വാഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഫേസ് വാഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 125 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് VLCCയുടെ ഒരു ഫേസ് വാഷാണ്. ഇത് സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ്. അലോവേറ ഉണ്ട്, സാഫ്രോൺ ഉണ്ട്. ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറയുന്നത്. സ്കിൻ വൈറ്റൻ ആക്കും, ലൈറ്റൻ ആക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ്. അടുത്തത് വാൾനട്ട് സ്ക്രബാണ്. VLCCയുടെ തന്നെ സ്കിൻ ഡിഫെൻസ് ആണ്. VLCCയുടെ പ്രോഡക്റ്റ്സ് എല്ലാം നല്ല പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ വാൾനട്ട് സ്ക്രബ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സ്ക്രബ് എന്ന് പറയുമ്പം മറ്റേ എവർ യൂത്തിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടില്ല VLCCയുടെ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ VLCCയുടെ ഇൻസ്റ്റാ ഗ്ലോ ഗോൾഡ് ബ്ലീച്ച് ആണ്. വിത്ത് കൊളോയിഡൽ ഗോൾഡ്സ് എന്നാണ് പറയുന്നത്. അതെനിക്കറിയത്തില്ല, പക്ഷേ പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ്. 140 രൂപയ്ക്ക് 60 ഗ്രാം പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ VLCCയുടെ തന്നെ ഇൻസ്റ്റാ ഗ്ലോ ഓക്സിജൻ ബ്ലീച്ച് ഉണ്ട്. ഓക്സിജൻ ബ്ലീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടില്ല ഇതുവരെ ഓക്സിജൻ ബ്ലീച്ച്. ഇതിൻ്റെ VLCCയുടെ ഒരുപാട് ഫേഷ്യൽ കിറ്റ് ഉണ്ടായിരുന്നു, പേൾ ഉണ്ടായിരുന്നു. ഈ ഓക്സിജൻ ബ്ലീച്ചിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത VLCCയുടെ ഇൻസ്റ്റാ ഗ്ലോ ഹെർബൽ ബ്ലീച്ചാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 74 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇതിന് 28.1 ഗ്രാമിനാണ് റേറ്റ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപയ്ക്കുണ്ട്, 100 രൂപയ്ക്കുണ്ട്. ഇത് ഓയിലി സ്കിന്നിന്, ഈ കാണിക്കുന്നത് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റ് ജെൽ ടൈപ്പ് ആണെങ്കിൽ ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളതും, ക്രീം ആണെങ്കിൽ ഡ്രൈ സ്കിന്നിനും. അടുത്തത് ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇത് ലാക്മേയുടെ ഷീറ്റ് മാസ്ക് ആണ്. ഇത് സ്ട്രോബെറിയുടെ ആണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 100 റുപ്പീസാണ്. ഞാൻ സ്മിട്ടനിൽ നിന്ന് ഒരേക്ക് പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ ഞാൻ ഇതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്, ഭയങ്കര ഒരു ഗ്ലോയി ആക്കും. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബെസ്റ്റാണ്. നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം. ഒരു ഷീറ്റ് മാസ്കിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ലാക്മേയുടെ തന്നെ അടുത്തത് ബ്രൈറ്റനിങ് ഒരു ഷീറ്റ് മാസ്ക് ആണ്. നയസിനമൈഡ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നയസിനമൈഡ് ഉള്ളതുകൊണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 100 റുപ്പീസിന് കിട്ടും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനാണ് നമ്മൾ നോക്കുന്നത്.
ഇത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ലാക്മേയുടെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. നല്ല ഫൗണ്ടേഷനാണ്. ഈ ഒരു അഫോർഡബിൾ റേറ്റിന് ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, പുട്ടിയടിച്ച പോലെയൊന്നും ഇരിക്കത്തില്ല. അടുത്തത് ഫേസ് ഇറ്റ്, അതായത് ലാക്മേയുടെ ഒരു കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മസ്കാരയാണ്, ഐലൈനറാണ്. ലാക്മേയുടെ ഐക്കോണിക്കാണ്. ഇത് നല്ലതാണ്, ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഐലൈനറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 275 രൂപ. അടുത്ത് LITയുടെ ഐ ഡ്രാമ കാജലാണ്. ബോൾഡ് ബ്ലാക്ക് ആണ്. നമ്മുടെ അനുഷ്ക ശർമ്മയുടെ ആഡ്സ് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 85 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഡാസ്ലറിനെ വളരെ അഫോർഡബിൾ ആയിട്ടാണ്. ഇവിടെ കണ്ടില്ല, പക്ഷേ ഡാസ്ലറിൻ്റെ എല്ലാ കടയിലും അവൈലബിൾ ആണ്. അത് 100 റുപ്പീസിന് അകത്ത് മാത്രമേ വരുള്ളൂ. അടിപൊളി ലോങ് ലാസ്റ്റിംഗ് സ്മട്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു അടിപൊളി ഇതാണ്, കാജലാണ്. അടുത്തത് ലാക്മേയുടെ ആണ്. 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലാക്മേയുടെ പ്രോഡക്റ്റ്സ് നല്ലതാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവരുടെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തതൊരു ഫേസ് വാഷാണ്. പോൺസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് സ്കിൻ ഫേസ് സ്ക്രബാണ്. 100 ഗ്രാമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 രൂപയാണ് 100 ഗ്രാമിന് റേറ്റ് വരുന്നത്. ഫേസ് സ്ക്രബ്ബ് നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യത്തില്ല, ആഴ്ചയിൽ ഒരിക്കലേ യൂസ് ചെയ്യത്തുള്ളൂ. അടുത്തതൊരു CC ക്രീമാണ്. 925 ലാക്മേ 925 CC ക്രീമാണ്. ഇതിൽ 4 വെറൈറ്റി ഷെയ്ഡ്സ് ഉണ്ട്. ബേജ് ഉണ്ട്, അങ്ങനെ 4 വെറൈറ്റി ഷെയ്ഡാണ് വരുന്നത്. ഇതിന് 100-നകത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 99 രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അടുത്തത് ലാക്മേയുടെ ഐലൈനറാണ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡാസ്ലറാണ്. എനിക്ക് ഡാസ്ലറും ഇഷ്ടമാണ്, ലാക്മേ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ലാക്മേക്ക് കുറച്ചെന്തോ റേറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ പണ്ട് വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം 150 രൂപയാണ്. 50 രൂപ കൂടിയിട്ടുണ്ട്. അതിനുശേഷം ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഹൈഡ്ര ഗ്ലോയിങ് റോസ് എൻറിച്ച് സെറം ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫെയർ ആൻഡ് ലവ്ലിയുടെ പ്രോഡക്റ്റ്സ് എനിക്ക് വലിയൊരു അഭിപ്രായം പറയാനായിട്ടില്ല. 235 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയുടെ മൾട്ടി വിറ്റമിൻ അഡ്വാൻസ്ഡ്, ഇത് ഫേസ് ക്രീമാണ്. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ഷൈനിങ് തരും, പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. എൻ്റെ എനിക്ക് പറ്റില്ല കേട്ടോ, എൻ്റെ ഓയിലി സ്കിന്നാണ്. എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത്, പക്ഷേ അതൊരു പുട്ടി അടിച്ച പോലത്തെ ഒരു ഇതായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 192 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ലാക്മേയുടെ 925 നൈറ്റ് ക്രീമാണ്. വൈറ്റമിൻ C ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലാക്മേയുടെ സെറം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് വലിയ അഭിപ്രായം പറയാനായിട്ടൊന്നുമില്ല. ഇത് നിങ്ങളൊരു നല്ലൊരു വിറ്റമിൻ C സെറമാണ് നോക്കണമെങ്കിൽ പ്ലമ്മിൻ്റെ വിറ്റമിൻ C സെറം അടിപൊളിയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സെറാണ്. സോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ ഷാംപൂ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.